Okay Google, play the intro. Okay. This night is cold in the kingdom. I can feel you fade away. From the kitchen to the bathroom sinking. Your steps keep me awake. Don't cut me down, throw me out, leave me here to waste. I once was a man with dignity and grace. Now I'm slipping through the cracks of your cold embrace. So please, please, could you find a way to let me down slowly? A little sympathy, I hope you can show me. If you wanna go, then I'll be so lonely. If you're leaving, baby, let me down slowly. Let me down, down, let me down, down, let me down, let me down, down, let me down, down, let me down. If you wanna go, then I'll be so lonely. If you're leaving, baby, let me down slowly. Let me down. ഓക്കെ ഗൈസ്, ഇതാണ് നോക്കിയ ആൻഡ്രോയിഡ് ടിവിയുടെ ബോക്സ് വരുന്നത്. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പേ ബോക്സിലിരിക്കുന്ന പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിക്ചർ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്ന മൈക്രോ ഡിമ്മിംഗ് ഫീച്ചർ, 24+15 വാട്ടിന്റെ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി ഓഡിയോ, HDR10 ഡിസ്പ്ലേ വിത്ത് പ്രോണ്ടോ ഫോക്കൽ AI എഞ്ചിൻ, 2GB RAM + 16GB ഇന്റേണൽ സ്റ്റോറേജ് ആണ് നമുക്ക് ഈ ടിവിയിൽ ലഭിക്കുന്നത്. കൂടാതെ ബിൽഡ് ഇൻ വൈഫൈ, ബിൽഡ് ഇൻ 2-way ബ്ലൂടൂത്ത് എന്ന് ലഭിക്കുന്നുണ്ട്. അതായത് ഒരേ സമയം തന്നെ 2 ബ്ലൂടൂത്ത് ഡിവൈസ് നമുക്ക് ഈ ടി വി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സിനിമ ആൻഡ് സ്പോർട്സ് സൗണ്ട് മോഡും കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ അസിസ്റ്റന്റ്, നെറ്റ്ഫ്ലിക്സ്, ക്രോംകാസ്റ്റ് ബിൽഡ് ഇൻ എന്ന സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. കൂടാതെ ഓങ്കിയുടെ സൗണ്ട് ടെക്നോളജിയാണ് ഈ ഒരു ടി വിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സമയം കളയാതെ വേഗം അൺബോക്സ് ചെയ്ത് ബോക്സിൽ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ബോക്സ് തുറക്കുമ്പോൾ ടി വിയിൽ അറ്റാച്ച് ചെയ്യാനുള്ള 2 സ്റ്റാൻഡ് കിട്ടുന്നുണ്ട്. അടുത്തതായി യൂസർ മാനുവൽ, 1 ഇയർ വാറന്റി കാർഡ്, റിമോട്ട് കൺട്രോൾ എന്നിവ നമുക്ക് ലഭിക്കുന്നുണ്ട്. റിമോട്ടിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയി കുറച്ച് കഴിഞ്ഞ് വരാം. നെക്സ്റ്റ് ടി വി സ്റ്റാൻഡ് അറ്റാച്ച് ചെയ്യാനുള്ള സ്ക്രൂസ്, AV കേബിൾ, അവസാനം ടി വി ചുവരിൽ ഫിറ്റ് ചെയ്യാനുള്ള വാൾ മൗണ്ട് നമുക്ക് ഈ ബോക്സിലൂടെ ലഭിക്കുന്നുണ്ട്. നമുക്കിനി ടി വി ബോക്സിൽ നിന്ന് പുറത്തെടുക്കാം. ടിവിയുടെ ബോട്ടം സെന്ററിലായി നോക്കിയ ബ്രാൻഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഡിവൈസ് ബൂട്ടപ്പ് ചെയ്ത് നോക്കാം. ടി വി ബൂട്ടപ്പ് ആവുന്ന സമയം കൊണ്ട് ഈ ടിവിയുടെ പ്രൊസറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. CA55 ക്വാഡ് കോർ പ്രൊസറും ഗ്രാഫിക് പ്രൊസസറായി Mali 470 ക്വാഡ് കോർ പ്രൊസറുമാണ് ഈ ടിവിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബൂട്ടപ്പ് ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 മിനിറ്റ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഹോമിലേക്ക് വരുമ്പോൾ ഒട്ടുമിക്ക എല്ലാ ആപ്സും നമുക്ക് പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ ലഭിക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോർ വഴി 5000-ലധികം ആപ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. മറ്റുള്ള ആൻഡ്രോയിഡ് ടിവിയിൽ കാണുന്ന പോലത്തെ സെറ്റിംഗ്സ് നമുക്ക് ഈ ഒരു ടിവിയിലും കാണാൻ സാധിക്കുന്നുണ്ട്. റിമോട്ടിലെ ആൻഡ്രോയിഡ് ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഫേവറേറ്റ് ടാബ് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ആപ്സ് ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2GB RAM ആയതുകൊണ്ട് തന്നെ നമുക്ക് ആപ്സ് ഒക്കെ വളരെ സ്മൂത്ത് ആയി തന്നെ റൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ആൻഡ്രോയിഡ് വെർഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആൻഡ്രോയിഡ് പൈയിലാണ് ഈ ഒരു ഡിവൈസ് റൺ ചെയ്യുന്നത്. ഈ ടിവിയുടെ ഗെയിമിംഗ് പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ ഞാൻ 2 ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ടി വി റിമോട്ടിലെ നാവിഗേഷൻ ബട്ടൺസ് യൂസ് ചെയ്തും അല്ലാതെ നമുക്ക് അഡീഷണൽ ആയ ഒരു ഗെയിം പാഡ് കണക്ട് ചെയ്ത് നമുക്ക് ഈ ഗെയിംസ് ഒക്കെ പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല ക്വാളിറ്റിയോടെയും ലാഗ് ഇല്ലാതെ നമുക്ക് കളിക്കാൻ സാധിക്കുന്നതാണ്. ഗെയിമിംഗ് പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അടുത്ത ഈ ടിവിയുടെ ഡിസൈനിലേക്ക് കടക്കുമ്പോൾ സൈഡിലും ടോപ്പിലുമായി അത്രയും വലുതുമല്ല അത്രയും ചെറുതുമല്ലാത്ത ബെസൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴെ ഏകദേശം ഒരു 5 സെന്റിമീറ്റർ വീതിയിൽ ഒരു സൗണ്ട് ബാർ പോലത്തെ സ്പീക്കർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെ 39 വാട്ടിന്റെ ബോട്ടം ഫയറിംഗ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ബോട്ടം റൈറ്റ് സൈഡിലെ സൗണ്ട് ബൈ ഓങ്കിയോ എന്നിരിക്കുന്നത് കാണാം. അതിന് തൊട്ട് താഴെയാണ് പവർ ഓൺ ഓർ ഓഫ് LED ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത്. ടിവിയുടെ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ് ചെയ്തിരിക്കുന്നത്. പോർട്സിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ടോപ്പിലായി നെറ്റ്വർക്ക് പോർട്ട്, തൊട്ട് താഴെ SPDF പോർട്ട്, തൊട്ട് താഴെ AV ഇൻ പോർട്ടാണ്. അതിന് തൊട്ട് താഴെ ആന്റിന പോർട്ട്, HDMI പോർട്ട്, 2 USB പോർട്ട്, ഒരു ഹെഡ്ഫോൺ പോർട്ടാണ്. വീണ്ടും 2 HDMI പോർട്ട് കാണാം. കൂടാതെ ടിവിയുടെ ഒരു ബോട്ടം സൈഡിലെ ഇതുപോലെ ഒരു അറ്റത്ത് അഡീഷണലായി നാവിഗേഷൻ ബട്ടൺസും പവർ ഓൺ ഓഫ് സ്വിച്ചും കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഈ ടിവിയുടെ റിമോട്ടിലേക്ക് വരാം. ഏറ്റവും ടോപ്പിലെയാണ് പവർ ഓൺ ഓഫ് ബട്ടൺ, തൊട്ട് താഴെ ആൻഡ്രോയിഡ് ഹോം ബട്ടൺ, റൈറ്റ് സൈഡിലായി മ്യൂട്ട് ബട്ടൺ, മെനു ബട്ടൺ, പിന്നീട് നടുക്കായി നമുക്ക് മൈക്ക് കാണാം. അതിന് തൊട്ട് താഴെയാണ് നമ്മുടെ നാവിഗേഷൻ ബട്ടൺസ്, ഓക്കെ ബട്ടൺസ് വരുന്നത്. അതിന് തൊട്ട് താഴെ ബാക്ക് ബട്ടൺ, പിന്നീട് നമുക്ക് AV ഇൻപുട്ട് ബട്ടൺ ആണ്, ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടൺ, വോളിയം റോക്കേഴ്സ്, കീബോർഡ് ബട്ടൺ, താഴെ സെറ്റിംഗ്സ് ബട്ടൺ ആണ്. പിന്നീട് നെറ്റ്ഫ്ലിക്സിനും C5ക്കും വേണ്ടിയുള്ള ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ആണ്. താഴെ നമുക്ക് നോക്കിയ ബ്രാൻഡിങ് കാണാം. വളരെ സ്ലീക്ക് ആൻഡ് കോമ്പാക്ട് ഡിസൈനുള്ള റിമോട്ടാണ് നമുക്ക് പറയാം. കയ്യിൽ നമുക്ക് ഒതുങ്ങുന്ന ഒരു റിമോട്ട് തന്നെയാണ്.
അടുത്ത എടുത്തു പറയേണ്ട ഈ ടിവിയുടെ ഡിസ്പ്ലേ തന്നെയാണ്. 4K വീഡിയോസ് HDR 10ഓടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 350 നിറ്റ്സ് വരെയാണ് ഈ ടിവിയുടെ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത്. കൂടാതെ പിക്ചർ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ മൈക്രോ ഡിമ്മിംഗ് എന്ന ഫീച്ചർ കൊടുത്തിരിക്കുന്നതിനാൽ കളേഴ്സ് ഒക്കെ നല്ല ബാലൻസിനും വൈബ്രന്റ് ആയി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. 16:9 ആസ്പെക്ട് റേഷ്യോയിൽ 170 ഡിഗ്രിയാണ് ഇതിന്റെ വ്യൂയിങ് ആംഗിൾ വരുന്നത്. 3000:1 ആണ് ഇതിന്റെ കോൺട്രാസ്റ്റ് റേഷ്യോ. കൂടാതെ 60 ഹെർട്സ് ആണ് റിഫ്രഷ് റേറ്റ്. കൂടാതെ MP4, MPG, MKV, MOV, AV പോലുള്ള വീഡിയോ ഫോർമാറ്റ്സ് നമുക്ക് ഈ ടിവിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈ ടിവിയുടെ ഓഡിയോ ക്വാളിറ്റിയാണ് എന്നെ ഏറ്റവും അധികം ഇംപ്രസ് ചെയ്തത്. IMAX എൻഹാൻസ് ചെയ്ത 6D സറൗണ്ട് സൗണ്ടും ഡോൾബി ഓഡിയോ ഉള്ളത് കാരണം ഒരു ഹോം തിയേറ്റർ പോലത്തെ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. 39 വാട്ടിന്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സിലൂടെ നല്ല ബേസും നല്ല ട്രബിളും ലഭിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഒരു NCS മ്യൂസിക് 50% വോളിയത്തിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം ഈ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. സോ ഓവർ ടു ദി മ്യൂസിക്. ഓക്കെ ഗേസ്, നെക്സ്റ്റ് നമുക്ക് യൂട്യൂബ് ആപ്പിൽ മാക്സിമം വീഡിയോ ക്വാളിറ്റിയും യൂട്യൂബ് വോയിസ് സെർച്ചും എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം വീഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4K വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് വോയിസ് സെർച്ച് ചെയ്ത് നോക്കാം. Faded NCS. വോയിസ് സെർച്ചിൽ നിന്ന് യാതൊരു ഇഷ്യൂസും ഇല്ല. ഇനി നമുക്ക് ഈ ടിവിയിലെ സ്ക്രീൻ മിററിംഗ് ആൻഡ് ക്രോംകാസ്റ്റ് ഫീച്ചേഴ്സും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ഫോണിന്റെ സ്ക്രീൻ ടിവിയുമായിട്ട് സ്ക്രീൻ മിററിംഗ് ചെയ്യുകയാണ്. നല്ല നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയോടെയും ലാഗ് ഇല്ലാതെ നമുക്ക് സ്ക്രീൻ മിറർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. ഇതുപോലെ തന്നെ ക്രോംകാസ്റ്റ് ഫീച്ചർ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അവിടെ യാതൊരു ഇഷ്യൂസൊന്നും വന്നില്ല. അത്യാവശ്യം പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് പറയാം. ഓക്കെ ഗൈസ്, ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് ഈ ടിവിയുടെ റിവ്യൂ ആണെന്ന് അറിയാം. അതിനു മുമ്പ് ഈ ടിവിയുടെ പ്രൈസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടിവിയുടെ പ്രൈസ് ഏകദേശം 32,999 രൂപയാണ് വരുന്നത്. സോ ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റുള്ള ആൻഡ്രോയിഡ് ടിവിയുമായി കമ്പയർ ചെയ്താണ് ഞാൻ ഈ റിവ്യൂ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ എനിക്ക് ഈ ടിവിയിൽ ഇഷ്ടമായ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത് ഈ ടിവിയുടെ ഓഡിയോ ക്വാളിറ്റിയാണ്. 39 വാട്ടിന്റെ പവർഫുൾ സ്പീക്കേഴ്സ് വിത്ത് 60 സറൗണ്ട് സൗണ്ട് ഉള്ളത് കാരണം ഒരു അഡീഷണൽ ആയ ഒരു ഹോം തിയേറ്ററോ അല്ലെങ്കിൽ ഒരു സൗണ്ട് ബാറോ കണക്ട് ചെയ്യേണ്ട ആവശ്യത നമുക്ക് വരുന്നില്ല. ഇതേ പ്രൈസ് റേഞ്ചിലുള്ള മറ്റുള്ള ആൻഡ്രോയിഡ് ടിവിയുടെ പിക്ചർ ക്വാളിറ്റി ഒക്കെ നല്ലതായിരിക്കും, പക്ഷേ അതിന്റെ ഓഡിയോ ക്വാളിറ്റി നമുക്ക് ആവറേജ് എന്നേ പറയാൻ കഴിയുള്ളൂ. അവിടെയാണ് നമ്മുടെ നോക്കിയ ആൻഡ്രോയിഡ് ടിവിയുടെ ഓഡിയോ ക്വാളിറ്റി മുന്നിൽ നിൽക്കുന്നത്. ഇതാണ് എനിക്ക് ഒന്നാമതായി ഇഷ്ടമായി തോന്നിയ കാര്യം. രണ്ടാമത്തേത് ഈ ഒരു ടിവിയുടെ ബോക്സിലൂടെ തന്നെ നമുക്ക് വാൾ മൗണ്ട് ലഭ്യമാണ്. അതൊരു നല്ലൊരു കാര്യമായാണ് എനിക്ക് തോന്നിയത്. ഇതേ പ്രൈസ് റേഞ്ചിലുള്ള മറ്റുള്ള ആൻഡ്രോയിഡ് ടിവിയുടെ കൂടെ നമുക്കൊരു വാൾ മൗണ്ട് ലഭിക്കുന്നില്ല. അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ അഡീഷണലായി ക്യാഷ് കൊടുത്താണ് ഒരു വാൾ മൗണ്ട് വാങ്ങേണ്ടി വരുന്നത്. മൂന്നാമത് എനിക്ക് ഇഷ്ടമായി തോന്നിയത് ഈ ഒരു ടി വി നമ്മൾ ചുവരിൽ വാൾ മൗണ്ടിൽ ഫിറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഈസിയായി തന്നെ നമുക്ക് പെൻ ഡ്രൈവോ അല്ലെങ്കിൽ HDMI കേബിളൊക്കെ നമുക്ക് ഈസിയായി തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ടി വിയിൽ എനിക്ക് മിസ്സിംഗ് ആയി തോന്നിയ 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് ഫൈനൽ റിവ്യൂയിലേക്ക് കടക്കാം. ഒന്നാമത് മിസ്സിംഗ് ആയി തോന്നിയത് ഒരു HDMI ARC പോർട്ടാണ്. അതായത് ഓഡിയോ റിട്ടേൺ ചാനൽ HDMI പോർട്ട് നമുക്ക് ലഭിക്കുന്നില്ല. രണ്ടാമത് എനിക്ക് ഈ ടിവിയിൽ മിസ്സിംഗ് ആയി തോന്നിയ ഒരു പ്രോപ്പർ യൂസർ ഇന്റർഫേസ് ആണ്. നമുക്കറിയാം മീറ്റിയുടെ പാഷ്യോൾ ഇന്റർഫേസോ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ടൈസൺ യൂസർ ഇന്റർഫേസ് പോലത്തെ ഒരു UI ഈ ഒരു ടിവിയിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. ഓക്കെ ഗൈസ്, ഇനി ടിവിയുടെ ഫൈനൽ റിവ്യൂയിലേക്ക് കടക്കാം. ഈ ടിവി 2020 ഒക്ടോബറിലായിരുന്നു ലോഞ്ച് ചെയ്തത്. ഏകദേശം 1 മാസം കഴിഞ്ഞ് ബിഗ് ബില്യൺ ഡേ പ്രമാണിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ 28,500 രൂപയ്ക്കായിരുന്നു ഈ ടിവി ഓർഡർ ചെയ്തത്. 4 മാസമായി അവ യൂസ് ചെയ്യുന്നു. പിക്ചർ ക്വാളിറ്റിയോ സൗണ്ട് ക്വാളിറ്റി യാതൊരു ഇഷ്യൂസും ഈ കാലയളവ് അവന് വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. 2-3 അപ്ഡേഷൻസും വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഫൈനൽ വെർഡിറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ടിവി ഒരു വാല്യൂ ഫോർ മണി ഓപ്ഷൻ തന്നെയാണെന്ന് പറയാം. കാരണം ഇതേ പ്രൈസ് റേഞ്ചിലുള്ള മറ്റുള്ള ആൻഡ്രോയിഡ് ടിവി അപേക്ഷിച്ച് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് നോക്കിയ 43 ഇഞ്ച് 4K ആൻഡ്രോയിഡ് ടിവിയുടെ എൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് 4 months റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ടിവിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. സോ വീണ്ടും ഒരു വീഡിയോയിലും കാണുന്നവരെ ഇറ്റ്സ് മീ സുജിത്ത് സൈനിങ് ഓഫ്.